ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് റിലേഷൻഷിപ്പ് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായ ഭാഗമാണ്. അതായത് ജെയിമിനാണെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് ആ കത്തി ഉപയോഗിച്ച് 2-3 പ്രാവശ്യം കുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മുറിവ് കാണിച്ചിട്ട് ദാവോൻ്റെ അടുത്ത് ഇത് നീ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. നീയുമായിട്ട് ആരൊക്കെ ക്ലോസ് ആവുന്നോ, ആരൊക്കെ നിന്നെ കെയർ ചെയ്യുന്നോ അവർക്കെല്ലാവർക്കും നീ നിൻ്റെ മനസ്സ് തുറന്നു കൊടുക്കും. അതുപോലെ തന്നെ നീ എന്നോടും ചെയ്തു. അങ്ങനെ ഞാൻ ഈ ഒരു അവസ്ഥയിലായി മാറി. നീ ഒരാൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. നിനക്ക് തന്നെ അറിയാമെന്നുള്ളതല്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്തുമാത്രം സാക്രിഫൈസ് ചെയ്ത് കിടന്ന്. എന്നിട്ടിപ്പോൾ നിനക്കെന്നെ വേണ്ടാന്ന് പറയുവാണല്ലേ, നീ എന്നെ ഒഴിവാക്കി കളയുവാണല്ലേ. ഇനി നീ എന്നെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ ദാവോൻ എന്നിങ്ങനെ പറയുന്നതും കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ കട്ടാവുന്നുണ്ട്. ബാക്കി അവൻ എന്താ പറയുന്നത് നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നൈറ്റ് ടൈം ആണെങ്കിൽ സിയോങ് ദാവോൻ്റെ അടുത്തും സംസാരിക്കാനായിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ദാവോന് മെസ്സേജ് അയക്കുന്നതാണ്. എത്ര മെസ്സേജ് അയച്ചിട്ടും പക്ഷേ ദാവോനാണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നില്ല. ഇതേ സമയം ജെയിമിനെ കാണിക്കുമ്പോൾ ജെയിമിനാണെങ്കിൽ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഉള്ളത്. അവന് ബോധം വന്ന് അവൻ നോക്കുന്ന ടൈമിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. അതേസമയം നേഴ്സ് വന്നിട്ട് നീ ഇപ്പോൾ ഓക്കെ ആണോ, പെട്ടെന്ന് വന്നൊരു എമർജൻസി കേസ് ആയതുകൊണ്ട് തന്നെ ഒരു CT സ്കാനൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിമിനാണെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആളെവിടെയെന്ന് വെച്ചപ്പോൾ ആ പയ്യനാണെങ്കിൽ ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോയി കളഞ്ഞു. പിന്നെ ആ പയ്യനാണെങ്കിൽ നിനക്കിത് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം പേപ്പർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജെയിമിന് അത് ഓപ്പൺ ചെയ്ത് വായിക്കുമ്പോൾ ദാവോനാണെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷം എല്ലാം ചെയ്തു തന്നതിനും എന്നെ കെയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച്. പക്ഷേ നീയാണ് സുഹ്യോൻ എബ്രോഡ് പോകാനും പിന്നെ ജുൻഹോൻ എൻ്റെ ഫോട്ടോ എടുക്കാനും കാരണക്കാരനായെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിന്ന് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്തായാലും നീയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഞാനിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പോവാണ്. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മനസ്സിനെ പിന്തുടർന്ന് പോയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വിട്ട് കളയാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ജെയിമിൻ വായിക്കുകയാണ്. ഇതേസമയം ദാവോനെ കാണിക്കുമ്പോൾ അവൻ എങ്ങോട്ടേക്കോ ഓടിപ്പോകുമായിരുന്നു. അത് സിയോങ്ങുള്ള സ്ഥലത്തേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ സിയോങ്ങിനെ കാണുന്നില്ല. അങ്ങനെ അവൻ പോയി കാണുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സിയോങ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ദാവോനാണെങ്കിൽ എനിക്കെൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണമെന്ന് പറയുമ്പോഴാണ് സിയോനാണെങ്കിൽ ദാവോൻ്റെ കഴുത്തിൽ എന്തോ ഒരു മാർക്ക് കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ജെയിമിനാണെങ്കിൽ അവനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ കഴുത്തിലായിട്ട് വന്ന ഒരു മാർക്കാണിത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും സിയോങ് ആണെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദാവോണ്ട് ഈ ജെയിമിനിങ്ങനെ ഫോഴ്സ് ചെയ്തായിരുന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുമ്പോൾ സിയോങ് ദാവോനാണെങ്കിൽ ആരുമായിട്ടോ ഇൻറ്റിമേറ്റ് ആയിട്ടാണ് തന്നെ കാണാൻ വന്നേക്കുന്നതെന്ന് കരുതിയിട്ട് ഒരുമാതിരി ഇവന് ദേഷ്യം വന്നിട്ട് ഇപ്പം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മൊത്തം പ്രതീക്ഷയും പോയി, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സിയോങ് അങ്ങ് നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം സിയോങ് വീട്ടിൽ പോയിരുന്ന് വിഷമിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുഹ്യോനാണെങ്കിൽ ഇപ്പോൾ ജെയിമിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ ജെയിമിനാണെങ്കിൽ ഡിസ്ചാർജ് ആയി വരുന്നുണ്ട്. ആ സമയം സുഹ്യോൻ അപ്പം ഞാൻ കേട്ട ശരിയായിരുന്നല്ലേ, നിന്നെ വിളിച്ചപ്പോൾ ഒരാൾ ഫോൺ എടുത്തിട്ട് നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, നിൻ്റെ കൂടെ വന്ന ആൾ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യമായിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്തായാലും കൊള്ളാം, ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല. ദാവോനാണെങ്കിൽ മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെ നമുക്ക് കിട്ടുന്നതേ ഇല്ല. നമുക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ജെയിമിന് ഒരു താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നുണ്ട്. അതേസമയം സുഹ്യോനാണെങ്കിൽ നമ്മളിനി സെപ്പറേറ്റ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഒരുമിച്ച് കൂടെ നിന്ന് വർക്ക് ചെയ്യണം. ഇതിലിപ്പോൾ നിനക്ക് അവനെ കിട്ടോ അതോ എനിക്ക് അവനെ കിട്ടോ എന്നുള്ളല്ല കാര്യം. സിയോങ്ങിന് അവനെ കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ജെയിമിൻ എനിക്ക് നിന്നോട് ഇനി വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ നീ എന്താ പറയുന്നത്, അപ്പം നിനക്കാണെങ്കിൽ ദാവോണിനെ വേണ്ടതെന്ന് വെച്ചപ്പോൾ ജെയിമിനാണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തുക. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ അങ്ങനെ ആലോചിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഓഫീസിൽ ദാവോന്നിരിക്കുമ്പോൾ സിയോങ് അവിടെ ഉണ്ടായിരുന്നില്ല. ഓരോ ആൾക്കാർ വരുമ്പോഴും അത് സിയോങ് ആണോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവനല്ലായിരുന്നു. അതേസമയം മാനേജർ സിയോങ് ഇന്ന് വയ്യാത്തതുകൊണ്ട് ലീവിലാണെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ദാവോൻ്റെ അടുത്ത് മെറ്റീരിയൽസ് വാങ്ങുന്ന ആളെ പോയി കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നാന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യമായിട്ട് ദാവോൻ പുറത്ത് പോയിട്ട് വരുന്ന ടൈമിന് സിയോങ് അവൻ അയച്ച മെസ്സേജ് അവൻ കാണുന്നുണ്ട്. അതിൽ അവസാനമായിട്ട് ഇട്ടിരുന്നത് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു മെസ്സേജ് ആയിരുന്നു. അങ്ങനെ അതും കൂടെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സിയോങ്ങിനെ പോയി മീറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് അവനാണെങ്കിൽ ഉടനെ തന്നെ ടാക്സി വിളിച്ചിട്ട് നേരെ സിയോങ്ങിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ എത്തി കഴിയുമ്പോൾ സിയോങ്ങിൻ്റെ അടുത്ത് നീ ഇപ്പോൾ ഓക്കെ ആണോ, നിനക്കാണെങ്കിൽ വയ്യെന്നൊക്കെ അറിഞ്ഞു, നീ മെഡിസിനൊക്കെ കഴിച്ചോ, നീ റെസ്റ്റ് എടുക്കുന്നുണ്ടോ, നിനക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സിയോങ് ആണെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ദാവാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചതെന്നും ആ കഴുത്തിലെ മാർക്കും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം, നീയാണെങ്കിൽ ഒന്ന് കേൾക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ സിയോങ് ആണെങ്കിൽ വേണ്ട, ഇനി എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കാണെങ്കിൽ ഇനി നിൻ്റെ പുറകെ വരാനും താല്പര്യമില്ല,
ഞാൻ എല്ലാം നിർത്തുക. നീ എൻ്റെ അടുത്ത് ഇത് നേരത്തെ നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് നിർത്തിയിട്ട് പോയാൽ മതിയായിരുന്നു. നിൻ്റെ പുറകെ തന്നെ വീണ്ടും വന്നതിൽ എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. എന്തായാലും നീ ഇനി എന്നെ ഇങ്ങോട്ടേക്ക് കാണാൻ വരരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അവൻ ഓഫീസിലേക്ക് എത്തുമ്പോൾ സിയോങ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വിഷമം അവൻ്റെ മുഖത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ധാവനാണെങ്കിൽ തിരിച്ചവൻ്റെ സീറ്റിലേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും അവൻ ഒരുമാതിരി നോക്കുന്നുണ്ട്. അതേസമയം അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു പയ്യൻ ഫോറമിൽ വന്ന ഒരു പോസ്റ്റ് നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. ആ സമയം ആ പയ്യൻ അതൊന്ന് എടുത്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ എടുത്ത് നോക്കുമ്പോൾ ജുൻഹൂൻ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ജുൻഹൂൻ കൊണ്ടുവന്ന കോൺട്രാക്റ്റ് അത് ജുൻഹൂൻ കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവൻ ധാവോനെ ഉപദ്രവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺട്രാക്റ്റ് സുഹ്യോനാണെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ജുൻഹൂൻ കാല് പിടിച്ച് പറഞ്ഞു. എന്നാലും സുഹ്യോൻ ആ കോൺട്രാക്റ്റ് എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇപ്പോൾ ജുൻഹൂനാണെങ്കിൽ ധാവൂനും പിന്നെ സുഹ്യോനും ഒരേ കോളേജിൽ പഠിച്ചതാണ്. ആ സമയം ഒരു പ്രശ്നം ഉണ്ടായിട്ട് ധാവൂന് വേണ്ടിയിട്ട് സുഹ്യോനാണെങ്കിൽ ഭയങ്കര വലിയൊരു അടിയുണ്ടാക്കി. പക്ഷേ അത് വളരെ വലിയൊരു പ്രശ്നമായി തീരാതിരിക്കാൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് സുഹ്യോൻ്റെ പാരൻസ് അത് ഒതുക്കുകയും സുഹ്യോനെ എബ്രോഡ് പഠിക്കാനായിട്ട് വിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ധാവൂന് സുഹ്യോൻ്റെ ഓഫീസിൽ ജോലി കിട്ടുകയും ചെയ്തു. എനിക്ക് ഉറപ്പാണ് അത് സുഹ്യോനായിട്ടുള്ള കണക്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ്, അതിൻ്റെ ഒരു പവറിൽ മാത്രമാണ് ധാവൻ ആ ഓഫീസിലേക്ക് കയറി പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേൾക്കുമ്പോൾ സാധാരണ ഒരാളെ പറ്റി ഹെയ്റ്റ് പറയുമ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ അത് വിശ്വസിക്കുമല്ല, അതുപോലെ ഒരുപാട് പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇവൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന പലരും കമൻറ്റ് ഇടുന്നുണ്ട്, അതായത് ഒരു കഴിവുമില്ലാതെയാണ് ഇവൻ ഈ ഓഫീസിൽ വന്ന് കയറിയെന്നൊക്കെ. അതേസമയം സുഹ്യോനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഓഫീസിൽ ധാവൂന് വേണ്ടി അവൻ വാങ്ങിച്ച ആ ഒരു റിങ്, ആ ഒരു മോതിരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ജെയിമിൻ്റെ അടുത്ത് നമുക്ക് എങ്ങനെയും ഇത് തിരിച്ചു പിടിക്കണമെന്ന് അറിയപ്പോൾ ജെയിമിൻ ഞാനിനി ഇതിനൊന്നുമില്ല, ഞാൻ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞ ആ ഒരു സംഭവം ആലോചിക്കുകയാണ്. ആ സമയം ധാവോൻ അവൻ്റെ ഓഫീസിലേക്ക് കയറി വന്നിട്ട് നീയാണെങ്കിൽ ജുൻഹൂൻ ഉള്ളതുകൊണ്ടാണോ ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തേന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം സുഹ്യോനാണെങ്കിൽ എന്തേ ജുൻഹൂൻ വന്നിട്ട് നിൻ്റെ അടുത്ത് അങ്ങനെ വല്ലതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയോ, ഞാൻ അവൻ്റെ അടുത്ത് നമ്മുടെ കൺമുമ്പിൽ വരരുതെന്ന് പറഞ്ഞതാണല്ലോ എന്ന് പറയുന്ന സമയത്ത് ധാവനാണെങ്കിൽ അതൊക്കെ മുമ്പ് നടന്ന കാര്യമില്ലേ, നിനക്കൊന്ന് വിട്ട് കളഞ്ഞൂടെ, നീ എന്ത് കാണിക്കാനാ ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്, നീ കാരണം എനിക്കും കൂടെ ബുദ്ധിമുട്ടാവുകയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ അത് മുമ്പ് നടന്ന പ്രശ്നമായാലും അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ധാവോൻ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് അവൻ അടിച്ചതുകൊണ്ടല്ലേ നിനക്ക് എബ്രോഡ് പോവേണ്ടി വന്നത്, അതിൻ്റെ ദേഷ്യം വല്ലതാണോ നീ തീർക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സുഹ്യോനാണെങ്കിൽ നീ എന്താ നിനക്കൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ചെയ്തു തരണേന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ഒരിക്കലും അല്ല എന്ന് പറയുന്നുണ്ട്. ധാവോനപ്പോൾ പിന്നെ എന്തിനാ ചെയ്യുന്നത്, നീയും ജെയിമിനും എൻ്റെ അടുത്ത് മുമ്പായാലും ഇപ്പോഴായാലും ഒരു കാര്യം തുറന്നു പറയുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൂടെ നോക്കുമ്പോൾ സുഹ്യോനാണെങ്കിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നീ എന്ത് ചെയ്യും, നീയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയും പോലെ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുകയുള്ളൂ, അല്ലാതെ നീ വേറൊന്നും ചെയ്യത്തില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ധാവോനപ്പോൾ ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേനെന്ന് പറയുമ്പോൾ സുഹ്യോനാണെങ്കിൽ നീ ഒന്നും ചെയ്യത്തില്ലായിരുന്നു, നീയാണെങ്കിൽ ഒരു കാര്യവും ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കാര്യം നീയാണെങ്കിൽ അങ്ങനെ ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്നോ അതോ ഞാനത് നിൻ്റെ അടുത്ത് പറയണോ വേണ്ടായിരുന്നോ എന്നുള്ളതൊന്നുമല്ല, ഇപ്പോഴത്തെ കാര്യം ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കിപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലായി, അപ്പോൾ ഇനി നീ എൻ്റെ കൂടെ നിൽക്കുമോ ഇല്ലയോ, അതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ധാവനൊക്കെ ആണെങ്കിൽ അവനാണെങ്കിൽ ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെയായിട്ട്, അതായത് ഓഫീസിലെ ബാക്ക് ഡോറിലെന്തോ അവിടെയുള്ള ഏതൊരു അടുത്ത് വന്നിരിക്കുകയാണ്. ആ സമയം കഴിഞ്ഞ ദിവസം ജെയിമിനോട് സംസാരിച്ചൊരു കാര്യമാണ് അവൻ ആലോചിക്കുന്നത്. അതായത് ജെയിമിനാണെങ്കിൽ അവൻ്റെ കയ്യിൽ കത്തി വെച്ച് 3 പ്രാവശ്യം കുത്തിയ ശേഷം ആ ഒരു മുറിവ് കാണിച്ചിട്ട് നീ കാരണമാണ് ഞാനിപ്പോൾ ഈ സ്ഥിതിയിലായത്, നിന്നെ ആരൊക്കെ കെയർ ചെയ്തോ നീ അവരെ എല്ലാവരെയും ഒരുപാട് സ്നേഹിച്ചു പോയി, അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഈ സിറ്റുവേഷനിലായെന്ന് പറയുന്നുണ്ട്. അടുത്ത സിയോങ് പറയുന്നൊരു കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും സിയോങ്ങിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ സിയോങ് അവൻ്റെ അടുത്ത് നീ എൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞപ്പോഴേ ഞാൻ നിർത്തേണ്ടതായിരുന്നു, നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ നിർത്താതെ പോയത് ഞാൻ ഇത് റിഗ്രറ്റായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞത് ആലോചിക്കുന്നിടത്ത് അടുത്ത് സുഹ്യോനെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സുഹ്യോൻ്റെ ഓഫീസിൽ സംസാരിച്ചപ്പോൾ സുഹ്യോനാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിലും നീ ഒരു കാര്യവും തിരിച്ച് ചെയ്യത്തില്ലായിരുന്നു, നീയാണെങ്കിൽ ഒരു ആക്ഷനോ ഒരു സൊല്യൂഷനോ ഒന്നും തന്നെ കണ്ടെത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ ആരും ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് ധാവനാണെങ്കിൽ എനിക്കാണെങ്കിൽ ആരുടെയും സ്നേഹം കിട്ടാനോ എനിക്ക് ആരെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കാനോ ഉള്ള ഒരു അധികാരം ഇല്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ വിഷമിച്ചിരിക്കുവാണ്. അടുത്ത് സിയോങ്ങിനെ കാണിക്കുമ്പോൾ അവന് പൊട്ടും വയ്യാതെ ബെഡിൽ കിടക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ധാവൻ വന്നിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയമാണ് അത് ആക്ച്വലി ധാവനല്ല അവൻ്റെ മുത്തശ്ശിയായിരുന്നു, എന്നാൽ അവനത് പെട്ടെന്ന് ധാവനായിട്ട് തോന്നിയതായിരുന്നു. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അവൻ്റെ കൊട്ടും വയ്യല്ലോ ഞാൻ നിനക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് ലിവിങ് റൂമിൽ ചെന്നിരുന്നിട്ട് അവന് കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ ആ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, ലാസ്റ്റ് ഇത് ഭയങ്കര വലിയ വിഷമമായി മാറുമെന്ന് പറയുന്നുണ്ട്. ആ സമയം
സിയോങ് ആണെങ്കിൽ അത് പിന്നെ മുത്തശ്ശി, ഞാനാണെങ്കിൽ ഒരു കാര്യം നേടാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ട്രൈ ചെയ്താലും എനിക്കത് കിട്ടാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അത് ട്രൈ ചെയ്യുന്ന അങ്ങ് നിർത്തി. ഞാനെടുത്തത് ഒരു നല്ല തീരുമാനമാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ മുത്തശ്ശേനെ ഹഗ് ചെയ്തിട്ട് അഫ്കോഴ്സ് നീ എടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത് ജെയിമിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ആ ഒരു വർക്ക് അതവൻ നിർത്തിയിട്ട് അവനിപ്പോൾ ഒരു വലിയ ലോങ് ലീവ് എടുത്തേക്കാണ്. അങ്ങനെ ആ ലോങ് ലീവ് എടുത്ത് അവനാണെങ്കിൽ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ ഒരു കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് ആരോ അവനെ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ നീയാണെങ്കിൽ പെട്ടെന്ന് എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം, നിനക്ക് താമസിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുതെന്നൊക്കെ പറയുമ്പോൾ ജെയിമിനാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിയോങ്ങിനെ കാണിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവൻ ഓഫീസിലേക്ക് വരുന്നുണ്ട്. വരുന്ന ടൈമിന് അവനാണെങ്കിൽ അവൻ്റെ മെസ്സേജസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ദാവനായിട്ടുള്ള ചാറ്റും കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവനുള്ള സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം വർക്ക് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ദാവൻ അവിടെ സീറ്റിലുണ്ടായിരുന്നില്ല. ആ സമയം തന്നെ അവൻ ചോദിച്ചൊരു മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെങ്കൊച്ച് കൊടുക്കുമ്പോഴത്തേക്കും ദാവൻ എവിടെയും ചോദിക്കുന്നുണ്ട്. ആ സമയം പെങ്കൊച്ച് അത് പിന്നെ ഇന്നലെ വന്ന ആ ഒരു പ്രശ്നം കാരണം ദാവനാണെങ്കിൽ ഇന്ന് ലീവാണെന്ന് ഞാൻ അറിഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ആ പ്രശ്നത്തിനെ പറ്റി അറിഞ്ഞുകൊടുത്തോണ്ട് തന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ദാവനും പിന്നെ സുഹ്യോനും ഒരുമിച്ച് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണക്ഷനിലാണ് അവനിവിടെ ജോലി കിട്ടിയതെന്നും പിന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ ടീമിലൊക്കെ കയറി പറ്റിയതൊക്കെ അതിൻ്റെ കണക്ഷനിലാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കി. അപ്പോൾ ആ ഒരു രഹസ്യമൊക്കെ അതായത് അവർ ഒരുമിച്ച് പഠിച്ചതെന്നാണെന്നുള്ള ആ ഒരു രഹസ്യമെല്ലാം പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അതേസമയം മാനേജർ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കൺസ്ട്രക്ഷൻ ടീമിൻ്റെ കാര്യങ്ങളെല്ലാം നീ വേണം പ്രസൻറ്റ് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. സിയോങ് അപ്പോൾ പക്ഷേ അത് ദാവൂൻ ചെയ്യേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡയറക്ടർ ഇന്നലത്തെ ആ ഒരു പ്രശ്നം കാരണം നമ്മുടെ ഹയർ ഒഫീഷ്യൽസിനെല്ലാം അത് ഭയങ്കര ഒരു ദേഷ്യവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദാവനാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് മിക്കവാറും ക്വിറ്റ് ചെയ്യും, അവനും ആ ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇനി അതിൻ്റെ കാര്യങ്ങൾ നീ വേണം നോക്കാനെന്ന് പറഞ്ഞ് പോവുകയാണ്. അത് കേട്ടോടനെ തന്നെ സിയോങ് ആണെങ്കിൽ നേരെ അവൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ അവൻ്റെ ഫോണിൽ നോക്കി പോകുന്ന ടൈമിന് അറിയാതെ ഒന്ന് സുഹ്യോനെ തട്ടുന്നുണ്ട്. ആ സമയം സുഹ്യോൻ നിനക്ക് ഞാൻ കണ്ണ് കാണാൻ പാടില്ലെന്ന് ചോദിച്ചപ്പോൾ സിയോങ് ആണെങ്കിൽ നിങ്ങൾ എന്തൊരു ഡയറക്ടറാണ്, ഇവിടെ കമ്പനിയിൽ ഒരു എംപ്ലോയിക്കെതിരെ ഇങ്ങനെ കൊണ്ടാകുമ്പോഴത്തേക്കും ആക്ഷൻ എടുക്കാനും ആ ഒരു എംപ്ലോയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട്. സുഹ്യോനപ്പോൾ നീ ഇതെന്തിനെ പറ്റി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആ പോസ്റ്റിനെ പറ്റി പോലും നീ അറിഞ്ഞില്ലേ, ആ വന്ന പോസ്റ്റ് കാരണം ദാവനുണ്ടായ പ്രശ്നമൊന്നും നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സുഹ്യോൻ ആ കാര്യമായിരുന്നോ, അതിൽ ആ ഒരു എംപ്ലോയിനെ പ്രൊട്ടക്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനം എടുത്തോളാം. പക്ഷേ ഡയറക്ടറിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം, മര്യാദയ്ക്ക് എൻ്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. സിയോങ് ആണെങ്കിൽ ആദ്യം ദാവോനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കും, ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ ലൈഫിൽ കയറി ഇടപെട്ടിരിക്കും. ഇന്ന് ഈ ഒരു പ്രശ്നം കാരണം ദാവനാണെങ്കിൽ ഓഫീസിൽ പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോവാണ്. ആ സമയമാണ് ദാവൻ ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം സുഹ്യോൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ആരെയും കോൾ ചെയ്യുന്നുണ്ട്. ഇതേസമയം സിയോങ് ആണെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ടാക്സി കയറിയിട്ട് ദാവൂൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയമാണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. ദാവൂൻ മുമ്പ് അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമിന് അവൻ്റെ വീട് അവന് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ വീടിൻ്റെ അടുത്തുള്ള ഒരു മലയിൽ അവൻ പോകുമായിരുന്നു. ആ മലയിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ അവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞ ആ ഒരു ഓർമ്മ ഇവന് വരുവാണ്. അങ്ങനെ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള അഡ്രസ്സ് അവൻ മാറ്റി പറയുന്നുണ്ട്. അതേസമയം സുഹ്യോനെ കാണിക്കുമ്പോൾ അവൻ നേരെ ദാവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനിപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവൻ എത്ര ഡോറിൽ കിടന്ന് വിളിച്ചിട്ടും ദാവൻ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല. കോൾ ചെയ്താൽ ആ ഒരു നമ്പർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ നല്ല ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ദാവനെ കാണിക്കുമ്പോൾ ഇവൻ നല്ല നൈറ്റ് ടൈം ആയിട്ടുണ്ട്. അവനൊരു ബെഞ്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സിയോങ് വരുന്നത്. സിയോങ്ങിനെ കാണുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി നോക്കുമ്പോൾ സിയോങ് ആണെങ്കിൽ അത് പിന്നെ നിനക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീ ഇങ്ങോട്ടേക്കാണ് വരാറെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ദാവൻ അവിടെ നടന്നു പോകാൻ തുടങ്ങുമ്പോൾ സിയോങ് ആണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് നീ എന്തിനാ വീണ്ടും ഓടിക്കളയാൻ ശ്രമിക്കുന്നത്, നീ ആരെ പേടിച്ച് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദാവനാണെങ്കിൽ ആ ഓഫീസിലുണ്ടായ പ്രശ്നം നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പ്രശ്നവും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ തിരിച്ച് കമ്പനിയിൽ വന്നിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സിയോങ് ആണെങ്കിൽ വർക്ക് ചെയ്ത എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. ദാവനപ്പോൾ ഞാനതൊട്ടും ഡിസർവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സിയോങ് ആണെങ്കിൽ അതിന് നീ ട്രൈ പോലും ചെയ്തു നോക്കിയില്ലല്ലോ, നിൻ്റെ ആഗ്രഹം അതാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ആഗ്രഹത്തിന് നമ്മൾ ഒരുമിച്ച് ട്രൈ ചെയ്യുമെന്നും നമ്മൾ പറഞ്ഞതാണ് പരസ്പരം, എന്നിട്ട് ഇത്ര എളുപ്പത്തിൽ നീ വിട്ടുകൊടുക്കുകയാണോ, ഒന്ന് ശ്രമിക്കാതെ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ, നീ എന്തുമാത്രം പ്രിപ്പയർ ചെയ്തതാ, അപ്പോൾ പിന്നെ ഇത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ, നീയാണെങ്കിൽ
ഇങ്ങനെ ഒരിടത്തൊന്നും ഓടിപ്പോവാതെ മുന്നോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സുഹ്യോനാണെങ്കിൽ ഇപ്പോഴും ദാവൂനെ വെയിറ്റ് ചെയ്ത് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയം ദാവൂൻ തിരിച്ചു വരാണ്. സുഹ്യോനപ്പോൾ നീ ഇത് എവിടെ പോയിരിക്കുമായിരുന്നു, എത്ര പ്രാവശ്യം വിളിച്ചു, നിന്നെയാണെങ്കിൽ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്ന പോലും ഇല്ല, ഇനി അങ്ങനെ നീ പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് പോലും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഇതൊന്നും മൈൻഡാക്കാതെ ദാവൂൻ നടന്നു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ നീയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു, നീയാണെങ്കിൽ ഇനി എൻ്റെ അടുത്തേക്ക് വർക്ക് ചെയ്യാനായിട്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയം ദാവൂൻ ഇല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറുന്നില്ല, ഞാൻ എൻ്റെ അകത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും, ഞാനാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് പിടിച്ചെടുത്തിട്ട് എബ്രോഡ് പോയി വർക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സുഹ്യോൻ എബ്രോഡ് പോയി വർക്ക് ചെയ്യാൻ നീ എന്തിനാ ഇത്രയും ആഗ്രഹം കാണിക്കുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ദാവൂനാണെങ്കിൽ കാരണം എനിക്ക് എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കണം, ഞാനായിട്ട് ജീവിക്കണം, നീയും ജെയിമിനും ഇല്ലാത്ത ഒരു ലൈഫ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകുന്നുണ്ട്. ആ സമയം സുഹ്യോൻ ആരെയോ വിളിച്ചിട്ട് നമ്മുടെ പ്ലാൻ പോലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കാനായിട്ട് പറയാണ്. അതിനുശേഷം അവനാണെങ്കിൽ ഓഫീസിലേക്ക് അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ജെയിമിനാണെങ്കിൽ ഇവനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ജെയിമിനാണെങ്കിൽ ഞാനാണെങ്കിൽ അന്ന് അങ്ങനെ ചെയ്തതിന് സോറി, ആ സമയത്ത് ഞാൻ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ സോറി പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ നീ അപ്പോൾ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദാവനാണെങ്കിൽ അത് പിന്നെ എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയിമിൻ ഞാനാണെങ്കിൽ ഉടനെ പോവുകയാണെന്ന് പറയുമ്പോൾ ദാവൻ നീ പോവുകയാണെന്ന് വയ്ക്കുമ്പോൾ ജെയിമിൻ അതെ അതാണിപ്പോൾ നല്ല തീരുമാനമെന്ന് പറയുമ്പോഴത്തേക്കും ദാവനാണെങ്കിൽ ഓക്കെ എന്നാൽ നന്നായിട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് കോൾ കിട്ടിയുമ്പോഴാണ് സിയോങ് അങ്ങോട്ടേക്ക് വരുന്നത്. ദാവൻ അങ്ങനെ സിയോങ്ങിനോട് സംസാരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്നില്ല, മറ്റ് ഓഫീസിലെ സ്റ്റാഫൊക്കെ വന്നിട്ട് ദാവൻ നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അന്നത്തെ ദിവസത്തെ വർക്ക് മൊത്തം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ മറ്റൊന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. നൈറ്റ് ടൈം ആകുമ്പോൾ ദാവനാണെങ്കിൽ അവൻ്റെ സീറ്റിലേക്ക് വരുന്ന ടൈമിന് സിയോങ് ആണെങ്കിൽ അവിടെ നിന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ അവൻ്റെ കോട്ടെല്ലാം ഉപയോഗിച്ച് സിയോങ്ങിന് കവർ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ദാവൻ എന്നിട്ട് പോകുമ്പോൾ സിയോങ് ആണെങ്കിൽ അവനെ നോക്കുന്നുണ്ട്. അതിനുശേഷം ജെയിമിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് അവൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ്. ആ സമയം ദാവനും അവനും ഒരുമിച്ച് വെക്കുന്നൊരു ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അതും ബാഗിൽ വെച്ച് എല്ലാം പാക്ക് ചെയ്ത് അവൻ ഇറങ്ങുവാണ്. അതിനുശേഷം അടുത്ത ദിവസമാണെങ്കിൽ ഇവരുടെ ഒരു പ്രസ് കോൺഫറൻസിൻ്റെ ഡേ ആണ്, അതായത് ഇവരുടെ ആ ഒരു പ്രോജക്റ്റ് അതിനെക്കുറിച്ചുള്ള. അപ്പോൾ ഇവരാണെങ്കിൽ ഫുൾ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യുന്ന ടൈമിന് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതും ഒക്കെ നമ്മുടെ ദാവോനൊക്കെയാണ്, കൂടെ സിയോങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഡയറക്ടർ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ സുഹ്യോനെ വിളിക്കുന്നുണ്ട്. എന്നാൽ സുഹ്യോൻ കോൾ എടുക്കുന്നില്ല. ആ സമയം വന്നുകൊണ്ടിരിക്കുമായിരിക്കും, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കാമെന്ന് ദാവോൻ പറയുന്നുണ്ട്. അതിനുശേഷം ദാവനാണെങ്കിൽ സുഹ്യോന് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഇതേസമയം സുഹ്യോനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ പാർക്കിങ്ങിൻ്റെ ഏരിയയിലെന്തോ അവൻ്റെ കാർ ഇട്ടിട്ട് ഇവൻ്റെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ റിപ്ലൈ എടുക്കുന്നില്ല. അതേസമയം ആരോ ഒരാൾ ഇവൻ്റെ അടുത്തേക്ക് വരുന്നുമുണ്ട്. അതിനുശേഷം ദാവനാണെങ്കിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കും സിയോങ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നിന്നിട്ട് റിഹേഴ്സ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കുമ്പോഴാണ് ജെയിമിൻ ദാവന് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പോകുന്നതിന് മുമ്പേ നിനക്കൊരു സാധനം തരാനുണ്ട്, ഞാനാണെങ്കിൽ ഇവിടെ അടുത്തായിട്ടുണ്ട്, അപ്പോൾ നീ ഒന്ന് പാർക്കിംഗ് ഏരിയയിലോട്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓക്കെ എന്ന് പറഞ്ഞിട്ട് സിയോങ്ങിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ വരാം, എനിക്കൊന്ന് പാർക്കിംഗ് ലോട്ടിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേപ്പറെല്ലാം സിയോങ്ങിൻ്റെ കൈ കൊടുത്തിട്ട് പോകാൻ തുടങ്ങാണ്. എന്നാൽ തിരിച്ചു വന്നിട്ട് ഞാനാണെങ്കിൽ പ്രസൻറ്റേഷൻ കഴിയുമ്പോൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, നിനക്കാണെങ്കിൽ ഒന്ന് വരാൻ പറ്റുമോ, എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം പറയേണ്ടതെന്ന് പറയാണ്. ആ സമയം സിയോങ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദാവനാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല. ആ സമയം ജെയിമിന് ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ എത്തും, ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ്, ഞാൻ ഉടനെ എത്തും, ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം തന്നെ ആരോ വന്നിട്ട് ഇവനെ കിഡ്നാപ്പ് ചെയ്ത് പോകുന്നതും കാണിക്കുന്നുണ്ട്. അതിനുശേഷം സിയോങ്ങിനെ കാണിക്കുമ്പോൾ സിയോങ് ഇതൊന്നും അറിയുന്നില്ല. അവനാണെങ്കിൽ അവന് പ്രസൻറ്റ് ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവിടെ വർക്ക് ചെയ്ത ഒരാൾ വന്നിട്ട് നിങ്ങളുടെ കമ്പനിക്ക് റിഹേഴ്സ് ചെയ്യാനുള്ള ടൈമായി എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയോങ് നോക്കുമ്പോൾ അവിടെ ഒരിടത്തും ദാവൂനെ കാണുന്നില്ല. അങ്ങനെ ദാവൂൻ പാർക്കിംഗ് ഏരിയയിലോട്ട് പോയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി അവനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് കരുതിയിട്ട് സിയോങ്ങും അങ്ങോട്ടേക്ക് പോവുകയാണ്. അതേസമയം ദാവൂനെ കാണിക്കുമ്പോൾ ഏതോ ഒരു റൂമിൽ അവനൊരു കസേരയിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അവൻ്റെ വായെല്ലാം ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അവനങ്ങനെ ഇത് ഏതാ സ്ഥലം നോക്കുന്ന ടൈമിന് അതുവഴിയുള്ള ജനലിൻ്റെ അവിടെ കൂടെ ആരോ നടന്നു വരുന്ന നിഴലെല്ലാം അവൻ കാണുന്നുണ്ട്. ആ സമയമാണ് ആ റൂമിൻ്റെ അകത്തേക്ക് അയാൾ കയറി വരുന്നത്. അയാൾ കാണുമ്പോൾ ഇവനാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നാൽ അത് ആരാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അതിനുശേഷം പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. കോളേജ് ടൈമിൽ ദാവോൻ സുഹ്യോൻ ജെയിമിൻ എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് ഒരു ദിവസം ക്രിസ്മസ് ടൈം ആയിരുന്നു. അപ്പോൾ സുഹ്യോനും പിന്നെ ജെയിമിനും കൂടെ ആയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ദാവോൻ അങ്ങോട്ടേക്ക് വരാണ്. ജെയിമിൻ അങ്ങനെ നീ വന്നിരുന്ന് എഴുത്, നിനക്കും ഇങ്ങനെ എഴുതിയിട്ട് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നീ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ദാവോൻ നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ, താങ്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സുഹ്യോനാണെങ്കിൽ ഈ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളുടെ കാര്യമൊക്കെ അല്ലേ, അതൊക്കെ നടക്കുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും
ധാവനാണെങ്കിൽ സിനിമയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ കുറേ ഗിഫ്റ്റൊക്കെ ഇരിക്കും. എനിക്കെന്തായാലും എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും എഴുതി വെക്കാനോ ഒന്നുമുള്ള ഭാഗ്യമില്ല. അതുകൊണ്ട് ഞാനും എഴുതിക്കോട്ടെ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് അവനും എഴുതാണ്. എന്നിട്ട് അവർ മൂന്നുപേരും അവരുടെ വിഷൊക്കെ ആ ഒരു ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നുണ്ട്. ആ സമയമാണ് അവിടെ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ട് അവർ മൂന്നുപേരും ജനലിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് നിന്ന് അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ആ സമയം അവരുടെ ആഗ്രഹം അവരെന്താണ് എഴുതിയെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് അവരെല്ലാവരും എഴുതിയ ഒരേ കാര്യം തന്നെയാണ്, ഞങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഒരുമിച്ചുണ്ടായിരിക്കണമെന്ന്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് തരുന്നവരെ ബൈ.